ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര മൈലാഞ്ചിയാണ്. അപ്പോൾ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. നമുക്ക് ഈ സ്പൂണിന് 1.5 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ചായപ്പൊടി ഒരു 1.5 ടീസ്പൂൺ, അതുപോലെ ചെറിയ ജീരകം 1.5 ടീസ്പൂൺ, അതുപോലെ തന്നെ വലിയ ജീരകം 1.5 ടീസ്പൂൺ. പിന്നെ നമുക്ക് ശർക്കരയാണ് വേണ്ടത്. ശർക്കരയും നമുക്ക് ആവശ്യത്തിനിടാം. ഒരു 3 ടീസ്പൂണ് നമുക്ക് എടുത്ത് ഇടാം. എന്നിട്ട് നമ്മൾ ശർക്കര ഒരു 3 ടീസ്പൂണും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ എപ്പോഴും മൈലാഞ്ചി ഉണ്ടാക്കണ ഒരു കലമുണ്ട്, ഒരു പഴയ കലം. അപ്പം നിങ്ങൾ പുതിയ പാത്രമൊന്നും എടുക്കണ്ട. ഇതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലുള്ള ഏറ്റവും കൊള്ളുകളൊക്കെ എന്താണോ അത് മാത്രം എടുക്കുക. എന്നിട്ട് ഞാൻ ആ കലത്തിൻ്റെ ഉള്ളിൽ ഒരു ടൈലിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നടുക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് എന്തിലാണോ ഈ മൈലാഞ്ചിയുടെ വെള്ളം ശേഖരിക്കേണ്ടത് അതിന് പറ്റിയൊരു പാത്രം നമ്മൾ ഇങ്ങനെ ആ ടൈലിൻ്റെ പീസ് നടുക്കായിട്ട് ഇട്ട് കൊടുക്കാം, വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചരിയാതെ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മിക്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചുള്ള മിക്സ് നമ്മൾ ഈ സൈഡിലേക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം മൊത്തത്തിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ മൈലാഞ്ചി ഇതിങ്ങനെ അടുപ്പത്തേക്ക് വെക്കുകയാണ്. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ അടി കുഴിയുള്ള ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഐസ് വാട്ടറാണ് ഒഴിക്കേണ്ടത്. നമുക്ക് ഐസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളം ചൂടാവണ അനുസരിച്ച് നമുക്ക് അടിയിൽ ആ പാത്രത്തിൽ വെള്ളം പിന്നെ തുള്ളി തുള്ളിയായിട്ട് ചാടി വരും. അപ്പോൾ ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നാണ്ട് ഉരുകി ഈ പഞ്ചസാരയും ജീരകമൊക്കെ ഒന്ന് ഉരുകി തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ചിടാം. അപ്പോൾ പുറത്തു കൂടെ ആവി പോവാത്ത പാത്രമായിരിക്കണം കേട്ടോ. കുറച്ചൊക്കെ പോകും, എന്നാലും ആവി പോവാത്ത പാത്രമാണെങ്കിൽ വെള്ളം ഇത്തിരി കൂടി കിട്ടും. അപ്പം നമ്മുടെ ശർക്കര മൈലാഞ്ചി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തോരം വെള്ളം കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം വെള്ളം അതിൽ നല്ല ഒരുവിധം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനേ നല്ല ചൂടാണ്. ഒന്ന് ചൂടാറിയിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ എന്തുമാത്രം വെള്ളം കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്കിത് ഒരു 5-6 പ്രാവശ്യം ഇടാനുള്ള വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് കുറച്ച് മൈദമാവ് ഇട്ടിട്ട് നഖത്തുമ്മ ഇടാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്കൊരു കുപ്പിയിൽ ആക്കി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും, ഒരു കേടും വരുത്തില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. താങ്ക് യു. അപ്പോൾ നമ്മുടെ മൈലാഞ്ചി ഇന്നലെ റെഡി ആയില്ലായിരുന്നു. അപ്പോൾ ഞാൻ കയ്യിലിട്ട് കാണിച്ചതാണ്. നന്നായിട്ട് ഇത് ചുമന്ന് വന്നിട്ടുണ്ട്. ഇത് ഇന്ന് നാളെയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി ചുമന്ന് നല്ല മെറൂൺ കളറായിട്ട് നല്ല കട്ട മെറൂണായിട്ട് വരും. ഇപ്പം തന്നെ ഇത് നല്ല ചുമപ്പുണ്ട്. അപ്പോൾ ബാലൻസ് നോക്കി ഞാൻ വെറുതെ ഉള്ളിക്കൂടെ ഒന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോൾ നല്ലോണം ചുമന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.